നേതൃത്വത്തിൽ ലോക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 2 മണിയോടുകൂടി തന്നെ വിലാപയാത്ര ആരംഭിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. പൊതുദർശനം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. എന്തൊക്കെയായാലും വലിയ സ്നേഹം തന്നെയാണ്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള ഓമനയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഓമന നമസ്കാരം. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? എന്റെ മോൻ ഒരു CPM-ന്റെ ഒരു പ്രവർത്തകനായിരുന്നു. മാരാരിക്കുളം M രജീഷ് എന്ന് പറയുന്ന മോൻ. ഈ മോനോടൊപ്പം അച്ഛമാമൻ കരകൂറി എവിടെ ഈ പരിപാടിക്ക് വന്നാലും ഞങ്ങൾ പറഞ്ഞെത്തും അച്ഛമാമന്റെ പ്രസംഗം കേൾക്കാൻ. ആ ഓരോ വരികളും ഞങ്ങള് ഓർക്കാൻ പറ്റുന്നില്ല. അച്ഛമാമന്റെ വേർപാട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. എന്റെ പൊന്നുമകൻ മരിച്ചിട്ട് 1 വർഷം 28-ാം തീയതി ആകെയാണ്. എന്റെ പൊന്നുമകന്റെ ഓർമ്മയിലും അച്ഛമാമന്റെ ഓർമ്മയിലും ഞങ്ങൾ അതീവ ദുഃഖിതരാണ്. അച്ഛമാമൻ ഐസിക്കിടന്നെങ്കിലും രക്ഷപ്പെടണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. MK ജീഷൻ അറിയും, എല്ലാവരും അറിയും. ബ്ലോക്ക് മെമ്പറായിരുന്ന ഒരു അച്ഛനെ മരിച്ചു. ആ മോൻ ഒപ്പം അച്ഛമ്മനും എത്തിയെന്നുള്ള ഒരു ഓർമ്മയ്ക്കും ഞങ്ങൾ തീർച്ചയായും ശ്രീ ഓമന, വളരെയധികം നന്ദി. താങ്കളുടെ വികാരം മനസ്സിലാക്കും. വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നു. സൂര്യ, ഈ ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറന്നുകൊണ്ടാണ് നിരവധി ആളുകൾ തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനായി. ആ ഒരു സമയത്ത് പോലും ഈ മഴയെല്ലാം മറന്നുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ